ഓഡിയോഫോണിക് ടെക്നോളജിയുടെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക്സ് ഓഫ് സൗണ്ട് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ 2 ഭാഗങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 2 ടോപ്പിക്കുകളിൽ ഒന്നാമത്തേത് റേഞ്ച് ഓഫ് ഹിയറിംഗ്. നമ്മുടെ കേൾവിയുടെ റേഞ്ച് എത്രയാണ്, ഏത് ഫ്രീക്വൻസി മുതൽ ഏത് ഫ്രീക്വൻസി ശബ്ദങ്ങൾ വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ആ ശബ്ദങ്ങളോടുള്ള നമ്മുടെ പ്രതികരണ രീതികൾ, പ്രതികരണ ശേഷികൾ എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ റേഞ്ച് ഓഫ് ഹിയറിംഗ് എന്ന ടോപ്പിക്കിൽ സംസാരിക്കുന്നു. രണ്ടാമത്തത് ഓഡിറ്ററി ഡെവലപ്മെൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഭാഷ കേട്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേൾവി വളർച്ച, ശബ്ദങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് മുതൽ നമ്മുടെ കേൾവി, സംസാരം പോലെയുള്ള വളർച്ചാ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ കേട്ട് ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമായി മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്ററി ഡെവലപ്മെൻറ്റ് എന്ന ഹെഡിങ്ങിൽ പഠിക്കുന്നത്. റേഞ്ച് ഓഫ് ഹ്യൂമൻ ഹിയറിംഗ്. നമ്മുടെ കേൾവിയുടെ റേഞ്ച് എത്രയാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വൈബ്രേഷൻസ്. തരംഗങ്ങളായാണ് ശബ്ദം ഉണ്ടാവുന്നതും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള തരംഗങ്ങൾ നമ്മുടെ ചെവിയിലെത്തി നമ്മുടെ കേൾവി നാഡി ഉദ്ദീപനത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നും നമ്മൾ ബ്രീഫായി സംസാരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ തരംഗ വ്യത്യാസങ്ങളെയും അല്ല എല്ലാ വൈബ്രേഷൻസിനെയും നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഹ്യൂമൻ ഇയറിന് എല്ലാ വൈബ്രേഷൻസിനെയും സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്ന് ചുരുക്കം. എ നോർമൽ ഇയർ ക്യാൻ ഹിയർ ഓൺലി സൗണ്ട്സ് ഓഫ് ഫ്രീക്വൻസീസ് റേഞ്ചിങ് ഫ്രം 20 Hz ടു 20,000 Hz. അതായത് ഒരു ചെവിക്ക്, നോർമലായിട്ടുള്ള ഒരു അഡൾട്ട് ചെവിക്ക് 20 Hz മുതൽ 20 kHz വരെയുള്ള ശബ്ദങ്ങളെ മാത്രമേ കേട്ട് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ചുരുക്കം. ഈ 2 റേഞ്ചുകളും, 20 Hz എന്ന വെരി ലോ ഫ്രീക്വൻസി റേഞ്ചും 20 kHz അല്ലെങ്കിൽ 20,000 Hz എന്ന് പറയുന്ന ഈ ഒരു വെരി ഹൈ ഫ്രീക്വൻസി റേഞ്ചും നമ്മുടെ 2 എക്സ്റ്റൻറ്റുകളാണ്. നമ്മുടെ കേൾവിയുടെ യഥാർത്ഥ ലിമിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. 20 kHz മുകളിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. സൗണ്ട്സ് ഓഫ് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ 20,000 Hz ഈസ് കോൾഡ് ആസ് അൾട്രാസോണിക് സൗണ്ട്സ്. അപ്പോൾ 20 Hz ചെറിയ ശബ്ദങ്ങൾ, 20 Hz താഴ്ന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. അൾട്രാസോണിക് സൗണ്ട്സ് എന്നാൽ 20,000 Hz മുകളിലുള്ള ശബ്ദങ്ങളും, ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നാൽ 20 Hz താഴെയുള്ള ശബ്ദങ്ങളുമാണ്. ഈ അൾട്രാസോണിക് ശബ്ദങ്ങളും ഇൻഫ്രാസോണിക് ശബ്ദങ്ങളും നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത, ഹ്യൂമൻ ഇയറിന് സെൻസ് ചെയ്യാൻ പറ്റാത്ത ശബ്ദങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ അൾട്രാസോണിക് ശബ്ദങ്ങളും ഇൻഫ്രാസോണിക് ശബ്ദങ്ങളും ആർക്കും കേൾക്കാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം. അൾട്രാസോണിക് ശബ്ദങ്ങൾ പല മൃഗങ്ങൾക്കും, പല ആനിമൽസിനും കേൾക്കാൻ സാധിക്കും. അൾട്രാസോണിക് സൗണ്ട്സ് ക്യാൻ ബി ഹേർഡ് ബൈ സം ആനിമൽസ് ലൈക്ക് ഡോഗ്സ്, ബാറ്റ്സ്, monkeys, deer, leopards, dolphins, etc. ഈ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ചില ആനകൾക്കും വെയിൽസ്, തിമിംഗലങ്ങൾക്കും കേൾക്കാൻ സാധിക്കും. വെരി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള അൾട്രാസൗണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ച് അതിൻ്റെ എക്കോയുടെ അടിസ്ഥാനത്തിലാണ് ബാറ്റുകൾ ഇരപിടിക്കുന്നത്, വവ്വാലുകൾ ഇരപിടിക്കുന്നത് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വവ്വാലുകൾക്ക് കാഴ്ചശക്തിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വെരി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അതിൻ്റെ എക്കോ വരുന്നതിന്
പ്രപ്പോർഷണലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനുപാതത്തിലാണ് വവ്വാലുകൾ ഇരപിടിക്കുന്നതും പറക്കുന്നതും എന്ന് നമുക്കറിയാം. സോ വവ്വാലുകൾക്ക് അൾട്രാസോണിക് ആയിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും അത് തിരിച്ചറിയാനും അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട് എന്ന് ചുരുക്കം. ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്നാൽ വളരെ താഴ്ന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ എന്ന് അർത്ഥം. അതായത് ഒരു പെൻഡുലത്തിൻ്റെ ആട്ടം, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ആ ഭൂമി കുലുങ്ങുന്ന ഫ്രീക്വൻസി എല്ലാം വളരെ താഴ്ന്ന ഇൻഫ്രാസോണിക് ആയിട്ടുള്ള ഫ്രീക്വൻസികൾക്ക് ഉദാഹരണങ്ങളാണ്. ആനകൾക്കും വെയിൽസ്, തിമിംഗലങ്ങൾക്കും ഈ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യ ചെവിക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കില്ല. ഈ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. 20 ഹെർട്സിൻ്റെ താഴെയുള്ള ശബ്ദങ്ങൾ, നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്ന ശബ്ദങ്ങളെ ആനകൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അൾട്രാസോണിക് എന്ന് പറയുന്ന ശബ്ദങ്ങളെ വവ്വാലുകൾക്കും കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഹ്യൂമൻസിൻ്റെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അത് 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും, അതായത് 20,000 ഹെർട്സിനും ഇടയിലാണ് എന്ന് നമുക്ക് കാണാം. പ്രത്യേക തരത്തിലുള്ള പോലീസ് നായ്ക്കളെ പരിശീലിപ്പിക്കുന്ന ഒരു വിസിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പക്ഷെ ആ വിസിലിൽ നിന്നുള്ള ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല എങ്കിലും ചില നായ്ക്കൾ അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് നായകൾ ആ വിസിലുകളോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വിസിലിനെയാണ് നമ്മൾ ഗാൾട്ടൺസ് വിസിൽ എന്ന് പറയുന്നത്. ഈ അൾട്രാസോണിക് ശബ്ദങ്ങളുടെ ഒരു വലിയ ആപ്ലിക്കേഷനാണ് ഇത്തരത്തിലുള്ള ഗാൾട്ടൺസ് വിസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. A special whistle called Galton's whistle can produce a frequencies greater than 20 kHz, and dogs can be specially trained to respond to this whistle. അത്തരത്തിലുള്ള വിസിൽ അടിക്കുന്നതിലൂടെ മറ്റ് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ നായ്ക്കൾക്ക് കേൾക്കാൻ പറ്റുകയും നായകളെ അതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഈ ഗാൾട്ടൺസ് വിസിൽ എന്നുള്ള പോയിന്റ് എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുന്നതും പരീക്ഷയ്ക്ക് സാധാരണയായി വൺ വേർഡായി ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യമാണ്. അൾട്രാസോണിക് ശബ്ദങ്ങളുടെ മറ്റ് ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അൾട്രാസോണിക് സൗണ്ട്സ് ആർ യൂസ്ഡ് ബൈ ഫിഷർമെൻ ടു ഐഡൻറ്റിഫൈ ദ ഷോൾ ഓഫ് ഫിഷ് ഇൻ ദ സീ. കടലിൻ്റെ അടിയിൽ എത്രത്തോളം മത്സ്യം ഉണ്ട് എന്നത്, മത്സ്യക്കൂട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് വല വിരിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനും മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ സഹായിക്കാറുണ്ട്. അതേപോലെ അൾട്രാസോണിക് സൗണ്ട്സ് ഈസ് യൂസ്ഡ് ഇൻ സോണാർ ടു മെഷർ ദ ഡെപ്ത് ഓഫ് ദ സീ. കടലിൻ്റെ അടിത്തട്ട് എത്രത്തോളം ആഴത്തിലാണ്, കടലിൻ്റെ അടിത്തട്ട് എത്രത്തോളം ആഴത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന്, പ്രത്യേകിച്ചും കപ്പലടുപ്പിക്കുന്ന സമയങ്ങളിൽ കപ്പലിൻ്റെ അടിഭാഗം ഗ്രൗണ്ടുമായി ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ. അത്തരത്തിൽ അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ച് കടലിൻ്റെ ആഴം മനസ്സിലാക്കി കപ്പലുകൾ തുറമുഖത്ത് അടുപ്പിക്കുന്നതും തുറമുഖത്തല്ലാത്ത സ്ഥലങ്ങളിൽ അടുപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിഷ് വാഷിംഗ് മെഷീൻസ്. പലതരത്തിലുള്ള വാഷിംഗ് മെഷീനുകളിൽ, പാത്രങ്ങൾ കഴുകുന്ന അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കഴുകുന്ന പലതരത്തിലുള്ള വാഷിംഗ് മെഷീനുകളിൽ ഇത്തരത്തിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഡിറ്റർജൻറ്റ് മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും അതുവഴി പാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്താണോ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായാലും ശരി, അത് മറ്റു തരത്തിലുള്ള മെറ്റീരിയൽസ് ആയാലും അത് അത്തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ മുകളിൽ ഡിഷ് വാഷ് മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിച്ച് ബെറ്ററായി ക്ലീൻ ചെയ്യിക്കാനാണ് ഇത് ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോമോജനൈസിങ് മിൽക്ക്. പാല് കടഞ്ഞ് തൈരും മറ്റ് ഫ്രഷ് മിൽക്കുമായിട്ട് വേർതിരിച്ചെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്കാനിങ് ആൻഡ് ഇമേജിങ് ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിച്ച് നമുക്ക് ശരീരത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ
വ്യക്തമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റേഷനിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്കാനിങ് അൾട്രാ സോണോഗ്രഫി അല്ലെങ്കിൽ USG എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സ്കാനിങ് പല ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലും വളരെ കോമൺ ആയി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. അപ്പോൾ USG അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഏറ്റവും വലിയ ഉപയോഗത്തിൽ ഒന്ന് തന്നെയാണ് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സ്കാനിങ്. അൾട്രാസോണിക് സൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആർത്രൈറ്റിസ് ആൻഡ് മസ്കുലാർ പെയിൻ. വാദത്തിൻ്റെയും അല്ലെങ്കിൽ മസിൽ ജോയിൻസിൻ്റെയും അല്ലെങ്കിൽ മസിൽ ലിഗമെൻസിൻ്റെയും എല്ലാം വേദന സംഹാരിയായി പല ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിലും ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഫോൾട്ട് ഇൻ ദ മെറ്റൽ ഷീറ്റ്സ്. അതായത് ഒരു മെറ്റൽ ഷീറ്റിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ഒക്കെ മനസ്സിലാക്കുന്നതിനും ഇത്തരത്തിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡോൾഫിൻസ് ആണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളുടെ ഏറ്റവും വലിയ ഉപയോഗം. നമ്മൾ വവ്വാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡോൾഫിൻസ് ഓൾസോ യൂസസ് അൾട്രാസോണിക് സൗണ്ട്സ് ടു ലൊക്കേറ്റ് എനി ഒബ്സ്റ്റക്കിൾസ് ഓർ പ്രേ ഇൻ ദ പാത്ത് വൈൽ സ്വിമ്മിങ് ഇൻ ദ സീ. കടലിലൂടെ നീന്തി പോകുമ്പോൾ അതിന് മുമ്പിൽ വലിയ എന്തെങ്കിലും മീനുകളുണ്ടോ, അവയെ വിഴുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ മീനുകളുണ്ടോ, അല്ലെങ്കിൽ അവയ്ക്ക് ഭക്ഷണമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഡോൾഫിനുകൾ നീന്തി പോകുന്നത്. അത്തരത്തിൽ ഡോൾഫിനുകളും ഈ അൾട്രാസോണിക് ശബ്ദങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അവ പുറപ്പെടുവിച്ച് അതിൽ നിന്നുള്ള പ്രതിധ്വനി കേട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡോൾഫിനുകൾ മുന്നോട്ട് പോകുന്നത്. സ്പീച്ച് ഫ്രീക്വൻസീസിനെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടെന്നും അതിൻ്റെ മുകളിലാവും താഴെയുമായി അതിൻ്റെ ആവൃത്തി കൂടിയ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയ ശബ്ദങ്ങളും കുറഞ്ഞ ശബ്ദങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും നമ്മുടെ സംസാരത്തിലെ ഫ്രീക്വൻസികളെ കുറിച്ചാണ്. നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരു ഫ്രീക്വൻസി നമ്മുടെ സംസാരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കേൾവി, മനുഷ്യൻ്റെ കേൾവിയും മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ ഫ്രീക്വൻസികളും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ഫ്രീക്വൻസീസ് എന്തൊക്കെയാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ സംസാരം എന്നത് ഒരു ഫ്രീക്വൻസിയിലല്ല. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഈസ് എ മിക്സപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. ഓക്കെ, നമ്മുടെ വോക്കൽ കോഡിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ സംസാരത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ഇറ്റ്സ് എ കോംപ്ലക്സ് ടോൺ ആയിട്ടാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഈസ് എ കോംപ്ലക്സ് ടോൺ. അതിലൊരു ഫ്രീക്വൻസി അല്ല, ഒരുപാട് ഫ്രീക്വൻസികളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീച്ച് ഫ്രീക്വൻസി ഏതൊക്കെ ഫ്രീക്വൻസികളിലാണ് കൂടുതലായിട്ട് വരുന്നത്, ഏതൊക്കെ ഫ്രീക്വൻസി റീജിയണിലാണ് എന്ന് നമുക്ക് നോക്കാം. Frequencies of 500, 1 kHz and 2 kHz are called as speech frequencies. This point is very important. Speech frequency എന്ന് നമ്മൾ പറയുന്നത് 500 Hz, 1000 Hz, 2000 Hzകളെയും ആ ഒരു ഏരിയയാണ് നമ്മൾ സ്പീച്ച് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. ഒരാളുടെ കേൾവിക്കുറവുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ 3 ഫ്രീക്വൻസിയിലുള്ള കേൾവിക്കുറവിനെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ 3 ഫ്രീക്വൻസികളിൽ ഒരാൾക്ക് കേൾവിക്കുറവുണ്ട് എങ്കിൽ അയാളുടെ കേൾവിക്ക് തകരാറ് അല്ലെങ്കിൽ അയാൾക്ക് കേൾവി കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ 3 ഫ്രീക്വൻസികളിൽ വലിയ കേൾവിക്കുറവില്ല എന്നാണ് നമുക്ക് കാണുന്നത് എങ്കിൽ അയാൾക്ക് കേൾവിക്കുറവ് കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് ഒരു 8 kHzലാണ് ഒരാൾക്ക് കേൾവിക്കുറവുള്ളത്, 4 kHz അല്ലെ 2 kHz, 1000 Hz അല്ലെങ്കിൽ 500 Hzലെല്ലാം വലിയ കേൾവിക്കുറവ് ഇല്ല എങ്കിൽ അയാൾക്ക് കേൾവിക്കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻസ് വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. സോ ഈ 3 ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ സ്പീച്ച് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ഹ്യൂമൻ വോയിസസ് ഫാൾസ് വിത്തിൻ ദിസ് റേഞ്ച്. നമ്മുടെ സംസാരത്തിൻ്റെ ഫ്രീക്വൻസികൾ ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. Pure tone average is an averages of thresholds at 500, 1 kHz and 2 kHz. അതായത് pure tone average is the average of thresholds of hearing in these frequencies. ഏതൊക്കെ? 500, 1 kHz and 2 kHz. It is roughly corresponding to the speech reception threshold. അതായത് ഒരാൾക്ക് സംസാരം മനസ്സിലാവുന്നതിന് എത്ര എമൗണ്ട് ഓഫ് ശബ്ദം വേണോ, എത്ര ലൗഡ്നെസ് ഓഫ് ശബ്ദം വേണോ, എത്ര ഇൻറ്റൻസിറ്റി ഓഫ് ശബ്ദം വേണോ, അതിന് ഏകദേശം ഒരു +or- 12 ഡെസിബൽ കണക്കിൽ അതിൻ്റെ ഒരു വേരിയൻറ്റിൽ നമുക്ക് പ്യൂർ ടോൺ ആവറേജ് ലഭിക്കുന്നതാണ്. പ്യൂർ ടോൺ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അസസ്മെൻറ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ പ്യൂർ ടോൺ ആവറേജിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കും. സോ പ്യൂർ ടോൺ ആവറേജ് എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് സെറ്റ്
500, 1 kilohertz and 2 kilohertz divided by 3. 1000 ഹെർട്സിൻ്റെയും അഥവാ 1 കിലോ ഹെർട്സിൻ്റെയും 5000 ഹെർട്സിൻ്റെയും അഥവാ 5 കിലോ ഹെർട്സിൻ്റെയും ഇടയിലുള്ള ശബ്ദങ്ങൾ മിക്കവാറും നോർമൽ കേൾവിയുള്ള എല്ലാവർക്കും തന്നെ നല്ല വ്യക്തമായി കേൾക്കാൻ പറ്റുന്നതാണ്. അതേസമയം വളരെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു 16000 ഹെർട്സ് അല്ലെങ്കിൽ 16 കിലോ ഹെർട്സിൻ്റെ മുകളിലുള്ള ശബ്ദങ്ങൾ പലപ്പോഴും പലർക്കും അത്ര ക്ലിയറായി കേൾക്കണം എന്ന് നിർബന്ധമില്ല. അതായത് നമ്മുടെ ചെവിയുടെ ഏറ്റവും സെൻസിറ്റീവായി നിൽക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പീച്ച് ഫ്രീക്വൻസി റേഞ്ച് തന്നെയാണ്. അതിനകത്തെ സൗണ്ട് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ 1000 hertz and 5000 hertz are heard best by most of all the peoples. പ്രായം ചെല്ലുന്തോറും കേൾവി കുറഞ്ഞു വരും അല്ലെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് പൊതുവെ വലിയൊരു അസുഖമായിട്ടല്ല കാണുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലെത്തുന്നുണ്ട് എങ്കിൽ അതിനാവശ്യമുള്ള പ്രതിവിധികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള പലർക്കും 8 കിലോ ഹെർട്സിൻ്റെ അഥവാ 8000 ഹെർട്സിൻ്റെ മുകളിലുള്ള ശബ്ദങ്ങൾ അത്ര വ്യക്തമായി കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രായം ഏറിയുന്നവർക്ക് സംസാരം മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടി വരുന്നത്. എബവ് 70 years at 8 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 8000 ഹെർട്സ് audibility is very low. This is why old people find it difficult to hear when others speak. Okay. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്ററി ബിഹേവിയർ. ഒരു കുട്ടി കേട്ട് തുടങ്ങി അല്ലെങ്കിൽ കേൾവിയോട് ശബ്ദത്തിനോട് പ്രതികരിച്ച് തുടങ്ങുന്നത് എങ്ങനെ, അത് എങ്ങനെയൊക്കെയാണ് ശബ്ദത്തിനോട് പ്രതികരിച്ച് തുടങ്ങുന്നത്, ആ പ്രതികരണങ്ങളെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്, അതിലൂടെ എങ്ങനെയാണ് സംസാര ഭാഷാ വളർച്ചയിലേക്ക് നയിക്കുന്നത് എന്നീ കാര്യങ്ങളാണ്. ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വെൻ ഡിഡ് എ ചൈൽഡ് സ്റ്റാർട്ട് ഹിയറിംഗ്? എപ്പോഴാണ് ഒരു കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത്? എപ്പോഴാണ്? നിങ്ങളൊന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു കുട്ടി ജനിച്ചതിന് ശേഷമാണോ കേൾക്കാൻ തുടങ്ങുന്നത്? ജനിക്കുന്നതിന് തൊട്ട് മുമ്പാണോ കേൾക്കാൻ തുടങ്ങുന്നത്? ഒരു പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും ആദ്യം പൂർണ്ണമായും ഡെവലപ്പ് ആവുന്ന സെൻസേഷൻ എന്ന് പറയുന്നത് കേൾവിയാണ്. ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ 20 ആഴ്ച കഴിയുമ്പോൾ തന്നെ കേട്ടു തുടങ്ങുന്നുണ്ട്. 22-23 ആഴ്ചകളിൽ തന്നെ ആ കുട്ടിക്ക് അമ്മയുടെ ഹൃദയമിടിപ്പും അമ്മയുടെ ശബ്ദവും മറ്റ് ചുറ്റുവട്ടത്തുമുള്ള ശബ്ദങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് അമ്മയുടെ ശബ്ദവും അച്ഛൻ്റെ ശബ്ദവും അടുത്തിടപഴകുന്ന പല ശബ്ദങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ശബ്ദവുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധത്തോടു കൂടിയിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് കേൾവിക്കുറവുണ്ട് എങ്കിൽ അത് ആ കുട്ടിയുടെ ഭാഷാപരമായിട്ടുള്ളയും മറ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്, മറ്റ് ചിന്താശേഷിയെയും എല്ലാം ബാധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് ചുരുക്കം. ഇൻ എ ചൈൽഡ്സ് ഏർലി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് they will be exposed to many new and wonderful sounds. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോഴുള്ള ശബ്ദം പോലെ ആയിരിക്കില്ല പുറത്തേക്ക് വന്നിട്ടുണ്ടാവുന്ന ശബ്ദങ്ങൾ. ആ വ്യത്യാസം നമുക്കറിയാം. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ഫ്ലൂയിഡിനുള്ളിലാണ് ഇരിക്കുന്നത്. ആ ഫ്ലൂയിഡിലൂടെ സഞ്ചരിച്ച് വരുന്ന ശബ്ദങ്ങളാണ് ഗർഭാവസ്ഥയിൽ കേൾക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശബ്ദത്തിന് തീർച്ചയായും വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ശബ്ദത്തിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും ഒരുപാട് വേരിയേഷൻസും ഒരുപാട് അത്ഭുതങ്ങളും നിറഞ്ഞത് തന്നെയാണ്. ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് എ ചൈൽഡ് ഷുഡ് ഹിയർ അഡിക്വേറ്റ്ലി ഫ്രം ദ ടൈം ഓഫ് ബർത്ത്. ഒരു കുട്ടിയുടെ നല്ല ഭാഷാ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സംസാര ഭാഷാ വളർച്ചയ്ക്ക് ഒരു കുട്ടിക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കേൾവി ജന്മനാൽ അല്ലെങ്കിൽ ജനിച്ച സമയം മുതൽ തന്നെ വേണം. അപ്പോൾ ഒരു കുട്ടി കേൾവിക്കുറവോടുകൂടിയാണ് ജനിക്കുന്നത് എങ്കിലോ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പോയിന്റിൻ്റെ മീനിങ് ശരിയായി മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിക്ക് അപ്പോൾ കേൾവിക്കുറവുണ്ട് എങ്കിൽ നമ്മൾ ഒട്ടും സമയം കളയാതെ ആ കുട്ടിയെ കേൾവിയുടെ ലോകത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ്
നമ്മൾ ഇനിയുള്ള ഈ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഓഡിയോളജി ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. ഒരു കുട്ടിയുടെ സംസാര അല്ലെങ്കിൽ കേൾവി വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ജനനശേഷം മുതൽ 3 മാസം വരെയുള്ള കാലഘട്ടം, ബർത്ത് ടു 3 months. ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഓഡിറ്ററി ബിഹേവിയറിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേബി ഷുഡ് സ്റ്റാർട്ടിൽ ടു എൻവയോൺമെൻറ്റൽ സൗണ്ട്സ് സച്ച് ആസ് ഡോർ സ്ലാമിംഗ്, ഡോഗ് ബാർക്കിംഗ് എക്സെട്ര. ചുറ്റുവട്ടത്തുണ്ടാവുന്ന വലിയ ശബ്ദങ്ങളോട് ഒരു ഞെട്ടലോട് കൂടി പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ ഏതൊരു കുട്ടിയും കാണിക്കേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള റെസ്പോൺസ്. ഇതിനെ നമ്മൾ സ്റ്റാർട്ട്ലിംഗ് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്, അഥവാ ശബ്ദത്തിനോടുള്ള പെട്ടെന്നുള്ള പ്രതികരണം. എന്താണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരം ഒരു എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ടുള്ള സ്റ്റിമുലസിനോട് അൺവോളണ്ടറിയായി പ്രവർത്തിക്കുന്നതിനെ, അൺവോളണ്ടറിയായി റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഈ സ്റ്റാർട്ട്ലിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളോടുള്ള ആദ്യ പ്രതികരണ ശേഷിയുടെ തോതിനെയാണ് കാണിക്കുന്നത്. അഥവാ ശബ്ദം പെട്ടെന്ന് വരുമ്പോൾ അതിൽ ഞാൻ പ്രൊട്ടക്റ്റഡ് ആവേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രതികരിച്ച് തുടങ്ങുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാർട്ട്ലിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് കുട്ടിയുടെ ശബ്ദത്തിനോടുള്ള പ്രതികരണത്തിലും വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നത്. അമ്മയോടും അച്ഛനോടുമുള്ള പ്രതികരണത്തിൽ അല്ലെങ്കിൽ കുട്ടിയോട് അടുത്തിടപഴകുന്ന ആൾക്കാരുടെ ശബ്ദത്തിനോട് കുട്ടി പ്രതികരിച്ച് തുടങ്ങുന്നത്. വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ദ ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദെയർ പാരൻസ്. അതായത് കുട്ടിയുടെ പാരൻസ് വിളിക്കുമ്പോഴുണ്ടാകുന്ന റെസ്പോൺസിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചിരിയിലോ കളിയിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. This stage of cooing and babbling is because the child produces few sounds. അഥവാ ഈ കാലഘട്ടത്തിൽ കുട്ടി കേൾക്കുന്ന പല ശബ്ദങ്ങളും കുട്ടി അനുകരിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും ശ്രമിക്കും. ഈ സ്റ്റേജിനെ അതുകൊണ്ടാണ് നമ്മൾ കൂയിങ് ആൻഡ് ബാബ്ലിംഗ് അല്ലെങ്കിൽ കൂയിങ് സ്റ്റേജ് എന്ന്, ഈ സ്റ്റേജിനെ നമ്മൾ കൂയിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. 0 to 3 months കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് 3 to 6 months. ഈ കാലഘട്ടത്തിലാണ് കുട്ടി ശബ്ദത്തിനോട് ശരിയായ രീതിയിൽ പ്രതികരിച്ച് ലോക്കലൈസ് ചെയ്ത് തുടങ്ങുന്നത്. ബേബി ഷുഡ് ബിഗിൻ ടു ടേൺ ദ ഹെഡ് ആൻഡ് ലോക്കലൈസ് ദ സൗണ്ട്. വലതുവശത്തു നിന്നാണോ ഇടതുവശത്തു നിന്നാണോ ഏത് ഭാഗത്തു നിന്നാണ് ശബ്ദം വന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഈ സ്റ്റേജിലാണ്. ബാബ്ലിംഗ് യൂസിങ് ഡിഫറെൻറ്റ് സ്പീച്ച് സൗണ്ട് ഷുഡ് എമർജ്. ശബ്ദങ്ങൾ ഉപയോഗിച്ച് ട്രൈ ചെയ്യാനും ഭക്ഷണത്തിനും പാലിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ശബ്ദം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. The child may start repeating his own sounds and as the stages progresses the child's sound repertoire gets narrowed further. അതായത് ഒരു ശബ്ദത്തിൽ നിന്ന് അടുത്ത ശബ്ദത്തിലേക്ക് അല്ലെങ്കിൽ ആ ശബ്ദം തന്നെ റിപ്പീറ്റ് ചെയ്ത് അവൻ്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഉദാഹരണത്തിന് പാലിനാണെങ്കിൽ മാമ, അല്ലെങ്കിൽ അമ്മയെ വിളിക്കുകയാണെങ്കിൽ മാമ. അപ്പോൾ ഏതിനാണ് വിളിക്കുന്നത് എന്നുള്ളത് കുട്ടിയുമായി ഇടപഴകുന്ന ആൾക്ക് ആ ഒരു മാമയിൽ തന്നെ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടി തൻ്റെ ശബ്ദത്തിൻ്റെ പല വേരിയേഷൻസ് വരുത്തി ഒരു ശബ്ദത്തിന് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേജാണ് 3 മുതൽ 6 മാസം വരെയുള്ള സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് 6 to 9 months, 6 മുതൽ 9 മാസം വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് കൃത്യമായ സൗണ്ട് ലോക്കലൈസേഷനൊക്കെ കുട്ടി പഠിക്കുന്നത്. ബേബി ഷുഡ് ടേൺ ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് സച്ച് ആസ് വോയിസസ്, മ്യൂസിക്സ് ആൻഡ് ആനിമൽ സൗണ്ട്സ്. കൃത്യമായി ആരാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ഏത് സ്ഥലത്തു നിന്നാണ് ശബ്ദം വരുന്നത്, ഏത് മൃഗത്തിൻ്റെ ശബ്ദമാണ് എന്നീ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ തുടങ്ങുന്ന സ്റ്റേജാണ് 6 മുതൽ 9 മാസം വരെയുള്ളത്. Many times a child will stop their activity when they hear a sounds or name is called. ശബ്ദത്തിനോടുള്ള കൃത്യമായ പ്രതികരണം തുടങ്ങുന്ന ഈ സ്റ്റേജിൽ നമ്മൾ വിളിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുകയോ അല്ലെങ്കിൽ പേര് വിളിച്ചാൽ
പേരിനോട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജാണ് 6 മുതൽ 9 മാസം. സ്പീച്ച് ബിഹേവിയർ ഷുഡ് സ്റ്റാർട്ട് ടു ഇൻക്ലൂഡ് മോർ സ്പീച്ച് ലൈക്ക് സൗണ്ട്സ് വിത്ത് ഗ്രേറ്റർ ഫ്രീക്വൻസി. അഥവാ സംസാരത്തിൻ്റെ ബിഹേവിയർ അഥവാ സംസാരം എന്ന് പറയുന്നത് സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ബിഹേവിയറാണ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ടു ഇൻക്ലൂഡ് മോർ ലൈക്ക് സ്പീച്ച് ലൈക്ക് സൗണ്ട്സ് വിത്ത് എ ഗ്രേറ്റർ ഫ്രീക്വൻസി. അവൻ ആവശ്യമുള്ള കാര്യങ്ങളെ അവൻ്റെതായ രീതിയിൽ, ആ കുട്ടിയുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സ്റ്റേജ് സംസാര ഭാഷ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. ചൈൽഡ് സ്റ്റാർട്ട് റിപ്പീറ്റിംഗ് ദ സൗണ്ട്സ് ഹി ഓർ ഷീ ഹിയേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. ആ കുട്ടി ചുറ്റുവട്ടത്തു നിന്നും കേൾക്കുന്ന ശബ്ദങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ സ്റ്റേജിലാണ്. അഥവാ കാക്കയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുക, കോഴിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന പല കാര്യങ്ങളെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ കേൾപ്പിക്കുക. അതിലൂടെ കിട്ടുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, അതിലൂടെ കിട്ടുന്ന പ്രോത്സാഹനത്തിലൂടെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നതും ഈ സ്റ്റേജിലാണ്. അടുത്ത സ്റ്റേജാണ് 9 മുതൽ 12 മാസം വരെയുള്ള സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് കുട്ടി വളരെ ചെറിയ ശബ്ദങ്ങളോട് പോലും പ്രതികരിക്കാൻ തുടങ്ങുന്നതും എവിടെ നിന്നാണ് ശബ്ദങ്ങൾ വരുന്നത് എന്ന് ലോക്കലൈസ് ചെയ്ത് മനസ്സിലാക്കി പ്രതികരിക്കാനും തുടങ്ങുന്ന സ്റ്റേജ്. ചൈൽഡ് ഷുഡ് ജനറലി ഹിയർ സോഫ്റ്റ് സൗണ്ട്സ് ആൻഡ് വിസ്പേഴ്സ്. സ്വകാര്യം പറയുന്നത് പോലും മനസ്സിലാക്കാനും വളരെ ചെറിയ ശബ്ദങ്ങളോട് പ്രതികരിക്കാനും ശ്രദ്ധിക്കാനും എല്ലാം തുടങ്ങുന്നത് ഈ സ്റ്റേജിലാണ്. ദേ ഷുഡ് ബി ഏബിൾ ടു ലോക്കലൈസ് ഇൻ എവറി ഡയറക്ഷൻ. മുകളിൽ നിന്നാണോ, താഴെ നിന്നാണോ, വീടിൻ്റെ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് എന്നീ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. സ്പീച്ച് സൗണ്ട്സ് ആൻഡ് ജാബറിംഗ് ബിഹേവിയർ വിൽ ഒക്കർ വിത്ത് ഗ്രേറ്റർ റെഗുലാരിറ്റി. The child-like sounds are heard and gets narrowed. ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന സ്റ്റേജിൽ അത് കൃത്യമായ ഒരു അർത്ഥമുള്ള വാക്കുകളൊന്നും ആയിരിക്കില്ല. കുട്ടികളുടേതായ സംസാര രീതിയായിരിക്കും. നമ്മളെല്ലാവരും അത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ, അല്ലേ? അതിനെയാണ് നമ്മൾ ജാബറിങ് എന്ന് പറയുക. പ്രത്യേകിച്ച് അതിനൊരു മീനിങ് ഉണ്ടാവില്ല, ആ കുട്ടിയുടേതായ ഒരു അർത്ഥമായിരിക്കും അതിന് ഉണ്ടാവുക എന്ന് ചുരുക്കം. ഈ ജാബറിങ് ബിഹേവിയർ കൂടിക്കൂടി വരും. അതായത് ആ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ശ്രമിക്കുന്നതിലൂടെയാണ് അത്. By the end of this stage, the child starts using very common words with meaning and enters the stage of true speech. ഒരു 12 മാസം ആവുമ്പോഴേക്കും കുട്ടി ഇത്തരത്തിലുള്ള ജാബറിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ജാർഗൻസ്, സംസാരത്തിലുള്ള ജാർഗൻസ് അല്ലെങ്കിൽ ജാബറിംഗ് ബിഹേവിയേഴ്സ് മാക്സിമം കുറച്ച് കൃത്യമായ അർത്ഥത്തോട് കൂടിയിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങും. ഏറ്റവും കോമൺ ആയി കുട്ടി ആദ്യം തന്നെ പറയാൻ തുടങ്ങുന്ന വേർഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അമ്മ അല്ലെങ്കിൽ അച്ഛ പോലുള്ള വേർഡുകൾ ആയിരിക്കും. അല്ലെങ്കിൽ പാല്, അല്ലെങ്കിൽ മമ്മം പോലെ, ഭക്ഷണത്തിൽ മമ്മം പോലെ വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന പദങ്ങളാണ് കുട്ടി ആദ്യം കേട്ട് മനസ്സിലാക്കി ഒരു ട്രൂ സ്പീച്ചിലേക്ക് കടക്കുമ്പോൾ പറയാൻ തുടങ്ങുന്നത്. അടുത്ത സ്റ്റേജാണ് 18 മാസമായിട്ട് നമ്മൾ പറയുന്ന സ്റ്റേജ്. ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും കുട്ടികൾ കൃത്യമായ ശബ്ദത്തിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ഏത് ഭാഗത്തു നിന്നുള്ള എന്ത് ശബ്ദമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന സ്റ്റേജാണ് 1.5 വയസ്സ് അഥവാ 18 മാസം എന്ന് പറയുന്ന ഈ സ്റ്റേജ്. ചൈൽഡ് ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് വോയിസസ് ആൻഡ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ സൗണ്ട്സ് ആൻഡ് ദേ ഷുഡ് ബി ഏബിൾ ടു പോയിന്റ് ടു ആൻഡ് ഐഡൻറ്റിഫൈ വേരിയസ് ഒബ്ജക്ട്സ്. ഏത് ശബ്ദമാണത്, എന്തിൻ്റെ ശബ്ദമാണ് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ഈ സ്റ്റേജിൽ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. Their vocabulary should include a handful of words. അത്യാവശ്യം ഒരുപാട് വാക്കുകൾ, 10, 20, 50, 100 വാക്കുകൾ വരെ പറയുന്ന കുട്ടികൾ തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 1.5 വയസ്സ് 18 മാസം ആകുമ്പോഴേക്കും അവളുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വേർഡ് വൊക്കാബുലറി ഈ കുട്ടിക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇത്തരത്തിലുള്ള വൊക്കാബുലറിയിൽ കുറവുണ്ട് എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സംസാര ഭാഷ വളർച്ചയ്ക്ക് ചെറിയ രീതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും അത് വളരെ ശ്രദ്ധയോടുകൂടി എക്സാമിൻ ചെയ്ത് പരിഹരിക്കേണ്ടതുമായ കാര്യമാണ്. കേൾവി എന്ന സ്റ്റേജിൽ നിന്ന് ആ കേട്ട്
നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായി മനസ്സിലാക്കുക എന്നൊരു സ്റ്റേജിലേക്ക് 2 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി എത്തിയിരിക്കണം. ചൈൽഡ് ഷുഡ് ബി ഏബിൾ ടു ഫോളോ സിമ്പിൾ ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ്. അതെടുത്തിട്ട് വാ, ഇതവിടെ കൊണ്ടുവയ്ക്കുക പോലുള്ള സിമ്പിളായിട്ടുള്ള ഡയറക്ഷൻസ് ഒരു കുട്ടി ഫോളോ ചെയ്യാൻ പറ്റണം. പോയിന്റ് ബോഡി പാർട്സ് വെൻ നെയിംഡ്. കണ്ണ് കാണിക്കൂ, മുക്ക് കാണിക്കൂ, ചെവി കാണിക്കൂ, തല കാണിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് അത് കാണിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും 2 വയസ്സാകുമ്പോഴേക്കും തീർച്ചയായിട്ടും പറ്റണം. മറ്റു റൂമുകളിൽ നിന്ന്, നമ്മൾ ദൂരത്ത് നിന്ന് ഒക്കെ വിളിക്കുമ്പോൾ വിളി കേട്ട് കുട്ടി ഓടി വരുന്ന സ്റ്റേജും ഈ പ്രായമാകുമ്പോഴേക്കും കുട്ടി അച്ചീവ് ചെയ്തിരിക്കണം. സ്പീക്ക് ഇൻ സെൻറ്റൻസസ് കണ്ടെയ്നിങ് 2 and 3 വേർഡ്സ്. 1 or 2 വാക്കുകൾ കൂട്ടി, അല്ലെങ്കിൽ 2 or 3 വാക്കുകൾ കൂട്ടി ചെറിയൊരു സെൻറ്റൻസ് പറയുന്നതിലേക്ക് ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും കുട്ടികൾ എത്തിയിരിക്കണം. എനിക്കത് വേണ്ട, എനിക്കിത് മതി പോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള 2 or 3 വാക്കുകൾ കൂട്ടി പറയുന്ന സ്റ്റേജ് 2 വയസ്സാകുമ്പോഴേക്കും കുട്ടി അച്ചീവ് ചെയ്തിരിക്കണം എന്ന് ചുരുക്കം. ഇത്രയുമാണ് നമുക്ക് കുട്ടിയുടെ ഓഡിറ്ററി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമായി കാണും, ഓഡിറ്ററി ഡെവലപ്മെൻറ്റും സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും സംസാര ഭാഷാ വളർച്ചയും പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന, പരസ്പരം കണക്റ്റഡായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിക്ക് കേൾവി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വളർച്ചക്കുറവ് കുട്ടി കാണിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ഒരു കുട്ടി ശബ്ദങ്ങൾ വ്യക്തമായി കേട്ടാൽ മാത്രമേ കുട്ടി സംസാരങ്ങളെ വ്യക്തമായി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പറയുകയുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് കേൾവി കുറവുണ്ട് എങ്കിൽ അത്തരം ശബ്ദങ്ങളെ കുട്ടിക്ക് പറയുന്നതിന്, കേട്ട് മനസ്സിലാക്കിയാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം ശബ്ദങ്ങൾ പറയുന്നതിന് വലിയ രീതിയിലുള്ള വീഴ്ച അല്ലെങ്കിൽ വൈകൽ ഉണ്ടാവും. ചിലപ്പോൾ പറയില്ല എന്ന് തന്നെ വരും. അപ്പോൾ അത്തരം കുട്ടികളെ നേരത്തെ തന്നെ കണ്ടെത്തി ആവശ്യമുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു, എന്തൊക്കെയാണ് അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എത്ര കാലം വരെ തുടരണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ സംസാരിക്കാൻ പോകുന്നത്.